നിയമത്തിനകത്തൊരു വാക്യം ദൈവമക്കളുടെ മുമ്പിൽ വെച്ച് വേഗത്തിൽ ഞാൻ ശുശ്രൂഷ അവസാനിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഒരാള് ദൈവമക്കളിൽ ഒരാൾക്ക് പരിചയമായ ആ വാക്യം വായിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്നുള്ള ഒരു വാക്യമാണ് യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. ഒന്ന് വായിക്കാമോ? മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ ഉയർത്തേണ്ടതാകുന്നു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവത്തിന്റെ വചനമാണ്. നമുക്കറിയാം, ദൈവവചനത്തിന്റെ ചരിത്ര പശ്ചാത്തല ഏടുകളൊക്കെ നമ്മൾ ആഴമായി പരിശോധിക്കുമ്പോൾ യോഹന്നാൻ അപ്പോസ്തോലൻ ഈ വാക്യം എഴുതുവാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്ന് പറയുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. പത്രോസിനെയാണ് ഒന്നാമനാക്കി നമ്മൾ കാണുകയും ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതലായി യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മാറോട് ചാരിക്കിടന്ന ഒരാളാണ്. യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ തുടുപ്പുകൾ വ്യക്തമായ തന്റെ ശരീരത്തിനകത്ത് ആ വൈബ്രേഷൻ അനുഭവിച്ച ഒരു ദൈവദാസൻ യോഹന്നാൻ അപ്പോസ്തോലൻ. യേശുക്രിസ്തുവിനെ ദൈവമെന്ന്, യേശുക്രിസ്തുവിനെ മത്തായി, മാർക്കോസ്, ലൂക്കോസ് എന്ന് പറയും ഈ 3 സുവിശേഷങ്ങളിൽ ഏറ്റവും കൂടുതലായി വ്യത്യസ്തപരമായി 4-ാമത്തെ സുവിശേഷമായ യോഹന്നാനാണ് യേശുക്രിസ്തുവിനെ ദൈവം എന്ന് വ്യക്തമായി ബൈബിളിൽ വരച്ചു കാട്ടിരിക്കുന്നത് യോഹന്നാനാണ്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതലായി യേശുക്രിസ്തുവിന്റെ 3.5 വർഷത്തെ ഈ ഭൂമിയിലെ ഗിരിപ്രഭാഷണ സമയങ്ങളിലൊക്കെ നമ്മുടെ കർത്താവിനോട് കൂടെ ഒപ്പം സഞ്ചരിക്കുകയും യേശുക്രിസ്തുവിന്റെ മാറോട് ചാരിക്കിടന്ന് ആ ചൂടനുഭവിച്ച ഒരു കർത്തൃദാസനാണ് യോഹന്നാൻ അപ്പോസ്തോലൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് യേശുക്രിസ്തുവിനെ കുറിച്ച് എങ്ങനെ എഴുതണമോ യേശുക്രിസ്തുവിന് ദൈവമെന്ന് വളരെ വ്യക്തമായി അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. കാരണം അത്രമാത്രം ദൈവസ്നേഹം അനുഭവിച്ച ഒരു ദൈവദാസനാണ് യോഹന്നാൻ അപ്പോസ്തോലൻ. കാരണം അത്രമാത്രം യേശുവിന് ദൈവമെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ സമൂഹത്തിന് നടുവിൽ തെളിയിക്കുമ്പോഴൊക്കെ യേശു ദൈവമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവനും യേശുവിന്റെ പിന്നാലെ സഞ്ചരിക്കുമെന്നറിയാം. എന്നാൽ യേശു ദൈവമെന്ന് യോഹന്നാൻ തെളിയിക്കുമ്പോൾ ഇനി യേശു ദൈവമെന്ന് യോഹന്നാൻ തെളിയിക്കാതിരിക്കാൻ വേണ്ടി ഈ യോഹന്നാന്റെ സുവിശേഷം അദ്ദേഹം എഴുതുമ്പോൾ തന്നെ അത് വായിച്ചാൽ ആരും യേശുവിനെ ദൈവമെന്ന് സ്വീകരിക്കും, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കും, ദൈവമെന്ന് സ്വീകരിക്കും. അത്രമാത്രം യേശുവിനെ ദൈവമെന്ന് തെളിയിച്ചിട്ടുണ്ട്. അതൊരിക്കലും ശത്രുവിന് ഇഷ്ടപ്പെട്ടില്ല, പിശാചിന് ഇഷ്ടപ്പെട്ടില്ല യോഹന്നാൻ യേശുവിനെ ദൈവമെന്ന് തെളിയിച്ചത്. അതുകൊണ്ട് ഇനി നീ യേശുവിനെ ദൈവമെന്ന് തെളിയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഹന്നാനെ അവര് ചെയ്തെന്ന് കേൾക്കണമോ? ഇനി ദൈവമെന്ന് തെളിയിക്കാതിരിക്കാൻ തക്കവണ്ണം യോഹന്നാനെ അവര് തിളച്ച എണ്ണയ്ക്കകത്ത് യോഹന്നാനെ പിടിച്ചിടുമ്പോൾ അവരുടെ ഉദ്ദേശം ഇനി ഇവൻ യേശുവിനെ ദൈവം എന്ന് ജനത്തിന്റെ മുമ്പിൽ തെളിയിക്കത്തില്ല എന്നാണ് എണ്ണയ്ക്കകത്ത് പിടിച്ചിട്ട ചക്രവർത്തിമാരും നീറോ ചക്രവർത്തിയും കൂടെയുള്ള സകല പ്രജകളും ചിന്തിച്ചത്. പക്ഷേ ആ എണ്ണയ്ക്കകത്ത് യോഹന്നാനെ പിടിച്ചിടുമ്പോഴും ദൈവത്തിനൊരു മഹത്തായ പദ്ധതി ഉണ്ടെങ്കിൽ മക്കളെ, ഇനി എവിടെയൊക്കെ നമ്മളെ തകർക്കാൻ ശത്രു പദ്ധതി ഒരുക്കിയാലും ദൈവം നമ്മളെ മരണത്തിന് ഏൽപ്പിക്കുന്ന ദൈവം അല്ല എന്ന് വിശ്വസിക്കുന്ന മക്കൾ ഒന്ന് കരമുയർത്തി ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാമോ? യോഹന്നാൻ പറയുന്ന പദമുണ്ട്, ആ എണ്ണയ്ക്കകത്ത് തന്നെ പിടിച്ചിടുമ്പോൾ ഇട്ട ആള് ഇപ്പൊ അദ്ദേഹം ഫ്രൈ ആയി കരിഞ്ഞ് യോഹന്നാൻ നിർജീവപ്പെടുമെന്ന് ഇട്ടയാള് നോക്കുമ്പോൾ യോഹന്നാൻ എണ്ണയ്ക്കകത്ത് കിടക്കുന്നത് കണ്ടപ്പോൾ നീറോ ചക്രവർത്തി ഒരു ചോദ്യം ചോദിച്ചു, അല്ലയോ യോഹന്നാൻ അപ്പോസ്തലനെ, എന്റെ തിളച്ച എണ്ണ നിന്നെ ഒന്നും ചെയ്തില്ലയോ എന്ന് ചോദിക്കുമ്പോൾ യോഹന്നാൻ പറയാനൊരു വാക്കുണ്ട്, അല്ലയോ നീറോ ചക്രവർത്തി,
നിന്റെ തിളച്ച എണ്ണ എന്റെ ശരീരത്തെ വല്ലാതെ തണുപ്പിക്കുന്നു. ഒന്ന് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം മക്കളെ. നിന്റെ തിളച്ച എണ്ണ എന്നെ വല്ലാതെ തണുപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളോട് ഒരു കാര്യം ആത്മാവിൽ പറയാനുള്ളത്, മക്കളെ, ഈ ഭൂമിയിൽ പ്രതിസന്ധികളും കർത്താവിനെ സേവിക്കുന്ന മക്കൾക്ക് പ്രതികൂലങ്ങളും അനർത്ഥങ്ങളും ചൂടേറിയ മരുഭൂമി കൂടെ സഞ്ചരിക്കുന്ന അനുഭവങ്ങളും നമ്മുടെ വിശ്വാസ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മളെ കുറിച്ച് ദൈവത്തിന് ഒരു മഹത്തായ പദ്ധതി ഉണ്ടെങ്കിൽ എത്ര മരണകരമായ പ്രതികൂലങ്ങൾ നമുക്കെതിരായി വന്നാലും നാം സേവിക്കുന്ന ദൈവം നമ്മളെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നവനല്ല എന്ന് വിശ്വസിക്കുന്ന മക്കൾ കരമുയർത്തി ഒന്നുകൂടെ ദൈവത്തിന് ചേർന്ന് സ്തോത്രം ചെയ്യാമോ? അപ്പോൾ ഇനി നീറോ ചക്രവർത്തിയുടെ ഏറ്റവും ലക്ഷ്യം, ഇവനെ എണ്ണയ്ക്കകത്തിട്ടാൽ ഇവൻ ഇനി സുവിശേഷം എഴുതത്തില്ല. അതുകൊണ്ട് എണ്ണയ്ക്കകത്തിട്ടത്. പക്ഷെ ആ എണ്ണ യോഹന്നാനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ വിചാരിച്ചെന്നറിയാമോ? സ്തോത്രം ചെയ്യുന്നു. ആ എണ്ണയ്ക്കൊന്നും ചെയ്യാൻ കഴിയാന്നപ്പോൾ യോഹന്നാൻ മക്കളെ അടുത്തെഴുതി. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ. ഒന്ന് കരമുയർത്തി സ്തോത്രം പറയാം മക്കളെ. സ്തോത്രം. സുവിശേഷം എഴുതിയപ്പോൾ എണ്ണയ്ക്കകത്തിട്ടു. ആ എണ്ണയ്ക്ക് അവനൊന്നും ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ അവിടെ നിന്ന് അവൻ കരകയറി വന്നിട്ട് 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ എഴുതി. അതെഴുതിയപ്പോൾ ഇനിയും ചക്രവർത്തിക്ക് മനസ്സിലായി, ഇനി അവൻ ജീവിച്ചിരുന്നാൽ അവൻ യേശുക്രിസ്തുവിനെ ഭൂമിയിൽ ഉയർത്തും, മുഴുവനും യേശുവിന്റെ പിന്നാലെ സഞ്ചരിക്കും. അതുകൊണ്ട് അവർ വിചാരിച്ച് ഇനി എണ്ണയ്ക്കകത്തിടുന്നില്ല. അവൻ ചരിത്രത്തിൽ കൈകൊണ്ട് ഇനി പേന എടുക്കാത്ത രീതിയിൽ, ലോക ചരിത്രത്തിൽ അവൻ പുറത്തു കാണാത്ത രീതിയിൽ അവനെ സ്വതന്ത്രം ചെയ്യുന്നു. പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തി. അവിടെ കടന്നാൽ എഴുതാൻ പറ്റത്തില്ലല്ലോ, അവിടെ കടന്നാൽ ആരെയും കാണാൻ പറ്റത്തുള്ളൂ. വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാരും മനുഷ്യനെ ഉയരോടെ കൊത്തി പറക്കിക്കൊണ്ട് മാംസപിണ്ഡങ്ങളെ കൊത്തി തിന്നാൻ കരുത്തുള്ള കഴുകന്മാര് പത്മോസ് എന്ന ദ്വീപിൽ വട്ടം കറങ്ങുമ്പോൾ അവിടോട്ട് യോഹന്നാനെ നാടുകടത്തി. മക്കളെ, ഇനി എഴുതാതിരിക്കാൻ, യേശുവിനെ ദൈവമെന്ന് എഴുതാതിരിക്കാൻ, ലോകം മുഴുവനും യേശുവിനെ അറിയാതിരിക്കാൻ തക്കവണ്ണം അവസാനമായി അവർ കണ്ടുപിടിച്ചതാണ് പത്മോസ് എന്ന ദ്വീപിലേക്ക്. അവിടെ യോഹന്നാനെ നാടുകടത്തിയിട്ട് വിചാരിച്ചു ഇനി അവൻ എഴുതത്തില്ല. മക്കളെ, അവിടെ കിടന്നുകൊണ്ട് യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതി. ഒന്ന് കരമുയർത്തി സ്തോത്രം പറയാമോ? ഏത് പ്രതിസന്ധിക്കകത്തും ഒറ്റപ്പെട്ട് നാമേ സ്തോത്രം ചെയ്യുന്നു. പത്മോ ദ്വീപിൽ കിടക്കുമ്പോൾ അവൻ കണ്ട കാഴ്ച സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രനായ യേശു ഇരിക്കുന്നതും യോഹന്നാൻ കണ്ടുകൊണ്ട് വരാനായിരിക്കുന്ന, സംഭവിക്കാനിരിക്കുന്ന വെളിപ്പാട് പുസ്തകം യോഹന്നാൻ എഴുതാൻ ദൈവം കൃപ കൊടുത്തു. ആ യോഹന്നാനാണ് പറഞ്ഞിരിക്കുന്നത്, സ്തോത്രം ചെയ്യുന്നു, ഈ ശോധനയെ കൂടെ യോഹന്നാൻ കടന്നു പോകുന്നു പറഞ്ഞിരിക്കുന്നു. മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ യേശുവിനെ ഉയർത്തേണ്ടതാകുന്നു. മക്കളെ, ഈ ദിവസങ്ങളിൽ ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഉയർത്താൻ ഒരാൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ. ആരെല്ലാം ഉയർത്തിയിട്ടുണ്ടോ അവർ തകർന്നിട്ടില്ല, അവർ തളർന്നിട്ടില്ല. അവരെ ചരിത്രത്തെ ദൈവം തിരുത്തിക്കുറിച്ചിട്ടേ ഉള്ളൂ. ഇന്ന് രാത്രി ഈ ലൈവിലൂടെ എന്റെ ശബ്ദം കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളോടും വാത്സല്യ സഹോദരന്മാരോടും ഞാൻ ആത്മാവിൽ പറയുന്നു, നമുക്ക് ഈ അന്ത്യ കാലഘട്ടത്തിൽ ഉയർത്താൻ നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. ആമേൻ. യേശുവിനെ ആരൊക്കെ ഉയർത്തിയിട്ടുണ്ടോ അവരെ കർത്താവ് ഉയർത്തിയിട്ടുണ്ട്. നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന എബ്രഹാം ലിങ്കൻ, ലോക ചരിത്രത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന എബ്രഹാം ലിങ്കൻ അമേരിക്കയിൽ വെച്ച കറുത്തവർഗക്കാർക്ക് വേണ്ടി അദ്ദേഹം വെടിയേറ്റ് മരിച്ചു. അമേരിക്കയിൽ വെളുത്ത ആൾക്കാരെക്കാൾ ഏറ്റവും കൂടുതൽ കുടിയേറി പാർത്തിരിക്കുന്ന ഒരു വർഗമാണ് കറുത്തവർഗക്കാർ. നമുക്ക് ആ ചരിത്രം പറയുന്നത്. കറുത്തവർഗക്കാരെ ആൾക്കാർ പുച്ഛിച്ച് തള്ളാറുണ്ട്. സ്വോത്രം ചെയ്തു. ഞാനും നല്ല കറുപ്പാണ്, ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ട് സ്വോത്രം കണ്ടോ. അപ്പം ആ കറുത്തവർഗക്കാർക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയെ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ പോരാടിയത്. അവരെ പിടിച്ചു നിർത്താൻ വേണ്ടി അമേരിക്കയിൽ നിന്ന് പോരാടി ഈ കറുത്തവർഗക്കാർക്ക് വേണ്ടി. അങ്ങനെ പോരാടിയപ്പോൾ അദ്ദേഹം ആ പോരാട്ടത്തിൽ വെടിയേറ്റ് മരിച്ചു. ആർക്ക് വേണ്ടി? അമേരിക്കയിലുള്ള കറുത്തവർഗക്കാർക്ക് വേണ്ടി വെടിയേറ്റ് മരിച്ചു. അങ്ങനെ വെടിയേറ്റ് മരിച്ച എബ്രഹാം ലിങ്കന്റെ നിർജീവൻ കെട്ട ആ ശരീരത്തെ ശവം അടക്കാൻ വേണ്ടി കിലോമീറ്റർ അകലെ തുറന്ന വാഹനത്തിൽ തന്റെ ബോഡി വെച്ചിട്ട് സ്വോത്രം ചെയ്യുന്നു. തന്നെ ശവം അടക്കാൻ വേണ്ടി ആ സ്ഥലത്തേക്ക് ശ്മശാനത്തിൽ കൊണ്ടുപോകുന്നു. നമ്മുടെ ലോക ചരിത്രത്തിലുള്ള സകല രാജ്യത്തിൽപ്പെട്ട ഉന്നതന്മാരും രാജാക്കന്മാരും നേതാക്കന്മാരും മന്ത്രിമാരും അവസാനം ആ മരിച്ച എബ്രഹാം ലിങ്കന്റെ മുഖമൊന്ന് ദർശിപ്പാനായി സകല രാജ്യത്തു നിന്നും അമേരിക്കൻ പട്ടണത്തിലേക്ക് എത്തി. അമേരിക്ക രാജ്യം മുഴുവനും ഇളകി, ലോകരാജ്യം മുഴുവൻ ഇളകി എബ്രഹാം ലിങ്കന്റെ ബോഡി ഒന്ന് കാണാനായി.
ആ രാജ്യത്തെത്തി. ആ സമയത്ത് തന്നെ കൊണ്ടുപോകുന്ന അമേരിക്ക പട്ടണത്തിലൂടെ കൊണ്ടുപോകുമ്പോൾ റോഡ് പക്കത്തും ടെറസിന്റെ മണ്ടയിലും ലക്ഷക്കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരം ഒന്ന് കാണാൻ നിൽക്കുമ്പോൾ തന്നെ ആ സമയത്ത് ആ അമേരിക്കയിലുള്ള കറുത്തവർക്കക്കാരിയായിരിക്കുന്ന ഒരു അമ്മ 4 വയസ്സ് പ്രായമുള്ള തന്റെ സ്വന്തം മകനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് എബ്രഹാം ലിങ്കന്റെ ശവശരീരം കാണാൻ വേണ്ടി അവരെ കാത്തു നിൽക്കുമ്പോൾ അവരെ മുമ്പ് കൂടെ എബ്രഹാം ലിങ്കന്റെ ശവശരീരത്തെ ഇതാ തുറന്ന വാഹനത്തിൽ കൊണ്ടുപോകുന്നു. സകല ആൾക്കാരും ആ ശരീരം കണ്ടു ആർപ്പ് വിളിക്കുന്നു. ഈ സമയത്ത് ഈ കറുത്തവർക്കക്കാരിയായിരിക്കുന്ന ഈ അമ്മയുടെ മുമ്പിലൂടെ എബ്രഹാം ലിങ്കന്റെ ശരീരം പോകുമ്പോൾ അവരെ മാറിൽ ചേർത്ത് വെച്ചിരിക്കുന്ന 4 വയസ്സ് പ്രായമുള്ള ആ മകനോട് ഈ അമ്മ ചൂണ്ടിക്കാണിച്ചു പറയുന്നു, മക്കളെ നോക്കണ കറുത്തവർക്കക്കാരായ എനിക്കും നിനക്കും വേണ്ടി വെടിയേറ്റ് മരിച്ച നമ്മുടെ എബ്രഹാം ലിങ്കന്റെ ശരീരം ഇതാ കൊണ്ടുപോകണം മക്കളെ. ഒരു വാക്ക് പോലും 4 വയസ്സ് പ്രായമുള്ള മകന് എബ്രഹാം ലിങ്കൻ എന്ന് പോലും അറിയത്തില്ല, ആരെന്നറിയത്തില്ല, ആർക്ക് വേണ്ടിയാണ് വെടിയേറ്റ് മരിച്ചെന്ന് ആ പൈതൽ അറിയത്തില്ല. എങ്കിലും ആ അമ്മ ചൂണ്ടിക്കാണിക്കുന്ന മക്കളെ, എനിക്കും നിനക്കും വേണ്ടി, നമ്മളെ കറുത്തവർക്കക്കാർക്ക് വേണ്ടി വെടിയേറ്റ് മരിച്ച നമ്മുടെ എബ്രഹാം ലിങ്കന്റെ ശരീരം പോണ് മക്കളെ, അവസാനമായി നീ ഒന്ന് കാണ് എന്ന് അമ്മ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ആർക്ക് മക്കളെ? 4 വയസ്സ് പ്രായമുള്ള തന്റെ സ്വന്തം മകന് വേണ്ടി. എന്നെ കേൾക്കുന്ന ഇവിടെ ഇരിക്കുന്ന മക്കളോട് എനിക്ക് ഇന്ന് രാത്രി പറയേണ്ടത്, നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരുവനുണ്ട്. അതൊരു ജാതിക്ക് വേണ്ടി മരിച്ചവനല്ല, ഒരു കള്ളറിന് വേണ്ടി മരിച്ചവനല്ല, ഒരു രാജ്യത്തിന് വേണ്ടിയല്ല, ലോകത്തിലെ സകല മാനവജാതികൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി കാൽവരി കൊലമരത്തിൽ മരിച്ച നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ നമ്മുടെ തലമുറയ്ക്ക് ചൂണ്ടിക്കാണിക്കാൻ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന എത്ര മാതാപിതാക്കന്മാര് ഈ രാത്രി ആഗ്രഹിക്കുന്നുണ്ട്. തലമുറയെ അന്ത്യകാലഘട്ടത്ത് ചൂണ്ടിക്കാണിക്കാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ആ യേശുവിനെയാണ് യോഹന്നാൻ പറയുന്നു, മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ യേശുക്രിസ്തുവിനെയും ഉയർത്തേണ്ടതാകുന്നു. മോശ മരുഭൂമിയിൽ പിത്തള സർപ്പം എങ്ങനെ ഉയർത്തി മക്കളെ? ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ 430 വർഷം മിസ്രൈമിൽ അടിമയായി കിടന്നിരിക്കുന്ന തീച്ചൂള മിസ്രൈം എന്ന് അവിടെ ബൈബിൾ പറയുന്നുണ്ട്. മിസ്രൈം എന്ന ഇരുമ്പുലകത്തെന്നാണ് ബൈബിൾ പഠിക്കുന്നത്. ഇസ്രായേൽ മക്കൾ 430 വർഷം കിടന്ന മിസ്രൈമിന്റെ ആ അഡ്രസ്സാണ് മിസ്രൈം എന്ന ഇരുമ്പുലയിൽ കിടന്നവരെന്നാണ്. അങ്ങനെ കിടന്ന ആ ഇസ്രായേൽ മക്കളെ, ലക്ഷക്കണക്കിന് ഇസ്രായേൽ മക്കളെ മോശ മുഖാന്തരം അവരെ 430 വർഷം കാലപ്പഴക്കമുള്ള കെട്ടിനെ അഴിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വാഗ്ദത്ത ദേശത്തേക്ക് അവരെ കൊണ്ടുപോകാൻ മോശ കൊണ്ടുവരുമ്പോൾ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. മോശ അവരോട് പറഞ്ഞൊരു പദമുണ്ട്, സ്തോത്രം, നിങ്ങൾ ധൈര്യമായി മുൻപോട്ട് പോകുവീൻ എന്ന് പറഞ്ഞ് അവര് മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം കൊണ്ടുവരുമ്പോൾ വഴിക്ക് വെച്ചു ദൈവം ആഗ്രഹിച്ച രാജ്യത്തേക്ക് അവരെ കൊണ്ട് എത്തിക്കാതിരിക്കാൻ തക്കവണ്ണം ശത്രു അവരെതിരായി നിന്നു. അന്ന് ഇസ്രായേൽ മക്കൾക്ക് മോശയ്ക്ക് നിന്ന ശത്രു സൈന്യമാണ് ഹിദ്യർ, ഹിബിയർ, യബൂസ്യർ, പെരസ്യർ, മോവാബിയർ, കനാന്യർ എന്ന് പറയുന്ന 7 മഹാജാതികളും ഇസ്രായേൽ മക്കൾക്കും മോശയ്ക്കും വിരുദ്ധമായി ദൈവം ആഗ്രഹിക്കുന്ന രാജ്യത്ത് അവരെ കൊണ്ടെത്തിക്കാതിരിക്കാൻ തക്കവണ്ണം അവർക്കെതിരായി വൻ മതില് പോലെ നിന്ന സ്തോത്രം വ്യക്തികളാ, ശത്രുക്കളാണ് ഈ പറയപ്പെട്ട 7 മഹാജാതികൾ. അതുകൊണ്ട് ഇവര് നടന്നു പോകുന്ന വഴിമധ്യത്തിൽ ഇവർക്കെതിരായി ശത്രു യുദ്ധത്തിന് നിൽക്കുമ്പോൾ അവിടെയെല്ലാം ഈ ശത്രുക്കളെ കണ്ട് ഈ ഇസ്രായേൽ മക്കൾ പേടിക്കുമ്പോൾ മോശ പറയുന്ന ഒരു പദമുണ്ട്, നിങ്ങൾ ധൈര്യത്തോട് മുൻപോട്ട് പോയി ഇന്ന് കണ്ട ഈ മിസ്രയീമ്യരെ, ഇന്ന് കണ്ട ഈ ശത്രുവിനെ നിങ്ങൾ ഒരു കാലം കാണത്തില്ല. നിങ്ങൾക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്യാം മക്കളെ. ഹല്ലേലൂയ. ഞാൻ പറയാം, ഈ കൃപായുഗത്തിൽ നമ്മൾ വിശ്വാസ ജീവിതത്തിലേക്ക് മുൻപോട്ട് കടന്നു പോകുമ്പോൾ പ്രതിസന്ധികളും തകർച്ചകളും വീഴ്ചകളും ഉടച്ചിലുകളും ശോധനകളും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പരിശോധന വരുമ്പോൾ തളർന്നു പോകാതെ, വിശ്വാസം വിട്ട് പിന്മാറിപ്പോകാതെ ദൈവത്തിന്റെ സന്നിധാനത്ത് മുൻപോട്ട് തന്നെ ചുവട് വെച്ചാൽ നമുക്കെതിരായി മുമ്പിൽ നിൽക്കുന്ന ഏത് ശത്രുവിന്റെയും അടിസ്ഥാനങ്ങളെ ഉടയ്ക്കുവാൻ തക്കവണ്ണം മുൻപോട്ട് ചുവട് വെക്കുന്ന ഒരു ദൈവത്തിന്റെ കാലുകൾക്ക് ബലമുണ്ടെന്ന്, നമ്മുടെ കാലുകൾക്ക് ഒരു അഭിഷേകമുണ്ട്. എത്ര മക്കൾ ഇന്ന് പകൽ രാത്രി വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. വിശ്വാസ ജീവിതത്തിൽ തകർച്ചകളൊക്കെ വരുന്നത് അതൊരു അനുഗ്രഹമാണ്. ഞാൻ ചോദിച്ചാൽ അങ്ങനെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ തകർച്ചകളും വീഴ്ചകളൊക്കെ വരുന്നു എന്ന് നമുക്ക് ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഇതിനകത്തിരിക്കുന്ന ഒരൊറ്റ ദൈവമക്കൾ പാസ്റ്റർമാർ ഉൾപ്പെടെ തകർച്ചകളും ഉടച്ചകളും നിരാശയൊന്നും ഞങ്ങൾക്ക് വരുന്നൊട്ട് ഇഷ്ടമില്ല. കാര്യം നമ്മുടെ ഹൃദയങ്ങളൊക്കെ വേദനിക്കുന്നത് നമുക്ക് ഇഷ്ടമില്ലല്ലോ, ഉണ്ടോ? ഇല്ല അല്ലേ? നമ്മുടെ സ്വന്തം മക്കൾ പോലും നമുക്ക് നമ്മുടെ ഹൃദയം വേദനിക്കുന്ന എന്തെങ്കിലും കാണിച്ചപ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യമല്ലേ?
അല്ലേ? അപ്പൊ അങ്ങനെ മറ്റൊരു വ്യക്തികൾ നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം ഭയങ്കര വേദനിക്കും. അപ്പൊ നമ്മുടെ ഹൃദയം വേദനിക്കുന്ന ഇഷ്ടമില്ല. ഇങ്ങോട്ട് നോക്കൂ, ഒരു വിശ്വാസിയുടെ, നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ഇത് പറയാം, ഒരു വിശ്വാസിയുടെ ഹൃദയം വേദനിക്കുന്നതും യേശുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അയ്യോ, അത് ഏത് യേശു? ഞങ്ങൾ കർത്താവിനെ അറിഞ്ഞ ഞങ്ങളുടെ ഹൃദയം വേദനിക്കാതെ ഞങ്ങൾക്ക് ഇന്ന് സന്തോഷമായ പോകാൻ ഞങ്ങൾ യേശു പറഞ്ഞത്. കോട്ടൂർ ജോയ്ക്കുട്ടി പാസ്റ്റർ എന്ന് പറയുന്നത് വിശ്വാസിയുടെ ഹൃദയമൊക്കെ വേദനിക്കുന്ന കർത്താവിന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? മക്കളെ, നമ്മുടെ ഹൃദയം നുറുങ്ങുന്നതും ഹൃദയം വേദനിക്കുന്ന കർത്താവിന് ഭയങ്കര ഇഷ്ടം. കാര്യം എന്നറിയാമോ? ദൈവത്തിന്റെ വചനം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഒന്ന് കരമുയർത്തി സ്വോത്രം പറയാമോ? ആരെ ഹൃദയം നുറുങ്ങിയിട്ടുണ്ടോ അവരെ സമീപത്ത് നമ്മുടെ കർത്താവ് ഉണ്ടെന്നേ സ്വോത്രം ചെയ്യുന്നു. അതുകൊണ്ട് എവിടെയെല്ലാം തകർച്ച വരുന്നു, ആ തകർച്ച നമ്മുടെ പരാജയമല്ല മക്കളെ. നിങ്ങൾക്കറിയാമോ, 1912, ഞാൻ പറയുന്ന പദങ്ങൾ കേൾക്കണം. എനിക്ക് ഒരുപാട് ശബ്ദത്തിന് പ്രശ്നമാണെന്ന് സ്വത്രം എന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ മക്കൾക്കറിയാം. കാര്യം നമ്മൾ മൈക്കൊന്നുമില്ല, അല്ലാതെ ഞാൻ ഓപ്പൺ ആയിരുന്നു കൊണ്ട് പറയണം. 1912 ഏപ്രിൽ മാസം 14-ാം തീയതി രാത്രി 11:40 മണിയായപ്പോൾ, അർദ്ധരാത്രി 11:40 മണി, 1500 യാത്രക്കാരുമായി ഡബിൾ കവറിംഗ് ഉള്ള കന്യയാത്രമായ ഒരു കപ്പലുണ്ട്. അതിന് പേരാ ടൈറ്റാനിക് എന്നൊരു കപ്പൽ. നമുക്ക് എല്ലാവർക്കും അറിയാം. 1912 ഏപ്രിൽ മാസം 14-ാം തീയതിയാണ് കന്യയാത്ര. ആകാശം ഇടിഞ്ഞു വീണാലും ഈ കപ്പൽ തകർത്തില്ല. അതിന്റെ അർത്ഥം 2 കവറിംഗ് ആയിട്ട് അതിനെ തീർത്തു. എന്ത് വന്ന് ഇടിച്ചാലും തകരത്തില്ല. അതിന്റെ സംവിധായകനും നിർമ്മിതാവും ആ കപ്പൽ ഓട്ടിക്കുന്ന കപ്പിത്താനും പറഞ്ഞു, ദൈവം വിചാരിച്ചാലും ആകാശം ഇടിഞ്ഞു വീണാലും ഇത് തകരത്തില്ല. കാര്യം പ്രത്യേക കവറിംഗ് ആണ്. അങ്ങനെ പറഞ്ഞിട്ട് 1500 യാത്രക്കാരുമായി രാത്രി ഏപ്രിൽ മാസം 14-ാം തീയതി രാത്രി 11:40 അവർ യാത്ര പുറപ്പെട്ടു. പോകുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ തൊട്ടാൽ അലിഞ്ഞു പോകുന്ന മഞ്ഞക്കട്ടിയിൽ ചെന്ന് ഈ കപ്പൽ ഇടിച്ചു. ഈ കപ്പൽ അവിടെ തൽക്ഷണം തകർന്നു. മക്കളെ, 1500 യാത്രക്കാരും ആ കടലിൽ മുങ്ങി മരിച്ചു. അടുത്ത പദം കേട്ടോളണം. നമുക്ക് 1500 യാത്രക്കാരെ അവ നഷ്ടപ്പെടുന്നത് നമുക്ക് ദുഃഖമാണ് മക്കളെ. എന്നാലും 1500 യാത്രക്കാരും തൽക്ഷണം ആ കടലിൽ മുങ്ങി മരിക്കുമ്പോൾ, ആ കടലിന്റെ തൊട്ടപ്പുറത്ത് 13-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലൂസും 276 യാത്രക്കാരുമായി ഡബിൾ കവറിംഗ് ഉള്ള കപ്പലല്ല മക്കളെ, പലവ കഷണം കൊണ്ട് മാത്രം ഉണ്ടാക്കിയ കപ്പലിൽ 276 യാത്രക്കാരുമായി അവർ യാത്ര പുറപ്പെടുമ്പോൾ, ആ മെഡിറ്റിൻ കടലിലൂടെ 276 യാത്രക്കാർ പൗലൂസുമായി യാത്ര പുറപ്പെടുമ്പോൾ ഈശാനമെന്ന മൂലം കാറ്റ് ആഞ്ഞടിച്ചു. ഈ കാറ്റടിച്ചപ്പോൾ പൗലൂസ് 276 യാത്രക്കാരോട് പൗലൂസ് ഒരു പദം പറഞ്ഞു, മക്കളെ, നമ്മൾ സഞ്ചരിക്കുന്ന കപ്പലും തകരും, അത് ഉടയും. പക്ഷെ എന്നോടൊപ്പം സഞ്ചരിക്കുന്ന 276 യാത്രക്കാരുടെ പ്രാണന് ഒരു കേടും വരത്തില്ല. വിളിച്ചിറക്കിയവൻ നമ്മളെ അക്കരെ എത്തിക്കും. വിശ്വസിക്കുന്ന മക്കൾ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? കണ്ടോ, നിങ്ങൾ വിചാരിക്കുക ടൈറ്റാനിക് കപ്പൽ തകർന്നതുപോലെ പൗലോസ് സഞ്ചരിച്ച കപ്പലും തകർന്നല്ലോ. മക്കളെ, ദൈവം തകർത്തത് എന്തിനെന്നറിയാമോ? അടുത്ത ദൂത് കേട്ടോളണം. ടൈറ്റാനിക് തകർന്നപ്പോൾ സകല 1500 പേര് മരിച്ചു. പക്ഷേ പൗലോസ് സഞ്ചരിച്ച മെഡിറ്റിൻ കടലിലൂടെ പോയിരിക്കുന്ന ആ കപ്പൽ തകർന്നപ്പോഴുണ്ടല്ലോ 276 യാത്രക്കാര് പ്രാണൻ കേടുവന്നില്ല, എല്ലാം തകർന്നു. പല കഷണങ്ങൾ നുറുങ്ങി. പൗലോസ് പറഞ്ഞു, നിങ്ങൾ ആരുടെയും പ്രാണന് കേടുവരത്തില്ല. നമ്മൾ എവിടെ പോകാൻ വേണ്ടി ദൈവം വിളിച്ചിറക്കോ അവിടെ കൊണ്ടെത്തിക്കും. പക്ഷെ ഒരു കാര്യം, നീന്താൻ അറിയുന്ന ആൾക്കാര് ഈ ഉടഞ്ഞ പലവ കഷണത്തിൽ പിടിച്ചു. നീന്താൻ അറിഞ്ഞൂടാത്ത ആൾക്കാര് ഈ ഉടഞ്ഞ പലവ കഷണത്തിൽ പിടിച്ച് അക്കരെ കയറിക്കൊള്ളണം. ഇത് അല്ലാത്ത ആൾക്കാർ നീന്തി കയറാൻ പറഞ്ഞു. നോക്കൂ, നീന്താൻ അറിഞ്ഞൂടാത്ത ആൾക്കാര് കടലിലെ തിരമാല ആർത്തിരുമ്പുന്ന കടലിനകത്തെ പൊട്ടിയ പലവ കഷണത്തിൽ പിടിച്ചതേ അറിഞ്ഞുള്ളൂ, അക്കരെ കയറിയത് അറിഞ്ഞില്ല. സ്വോത്രം പറ മക്കളെ, സ്വോത്രം. കണ്ടോ, കപ്പൽ തകർന്നു, പക്ഷെ ജനം തകർന്നില്ല.
ഇന്ന് പകൽ പറയാം, ചില ഉടച്ചിലുകളും ചില പൊടിച്ചിലുകളും ചില തകർച്ചകളും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വരുമ്പോൾ മക്കളെ, നമ്മളെ തകർക്കാനല്ല, നമ്മളെ ഭൂമിയിൽ നിന്ന് പറിച്ചു മാറ്റാനല്ല, നമ്മുടെ അഡ്രസ് കളയാനല്ല, പിന്നെയോ അടുത്തൊരു തലത്തിലേക്ക് സ്വർഗം നമ്മളെ കൊണ്ടെത്തിക്കാൻ ദൈവത്തിന് മഹത്തായ പദ്ധതിയുണ്ട്. എത്ര മക്കൾ ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നുണ്ട്? ഉടഞ്ഞു പോകത്തില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എന്തുകൊണ്ടാണ് മക്കളെ ആ പൗലോസ് സഞ്ചരിച്ച കപ്പൽ തകരാൻ കാര്യം? ആ കപ്പൽ ദൈവം അതിനകത്ത് ഉടച്ചെന്നറിയാമോ? പറയണം. ആ ദൈവത്തിന് ഒരു പ്രത്യേക പദ്ധതിയുണ്ട്. അവിടെ ഇരിക്കുന്ന 276 തകർക്കാനല്ല, ദൈവത്തിന് അക്കരെ എത്തിച്ചിട്ട് അടുത്തൊരു പദ്ധതിയുണ്ട്. എത്താൻ പോണ സ്ഥലം എവിടെ എന്നറിയാമോ? മെലീത്ത എന്ന് പറയുന്ന ദ്വീപ്. അവിടെ ചെന്ന് ദ്വീപിലേക്ക് ഇരിക്കുമ്പോൾ തന്നെ ആ ദ്വീപിൽ ഈ ഒരു ദിവസം ഒരു രാത്രി മുഴുവനും പൗലോസ് കടലിൽ തന്നെ കഴിഞ്ഞു. തണുത്തുറച്ച ആ വെള്ളത്തിൽ പൗലോസ് കഴിയുകയാണ്. എന്നാൽ കേൾക്കണം, ആ കരയിൽ കയറിയപ്പോൾ തന്റെ ശരീരം വിറയ്ക്കുന്നു. ആ മെലീത്ത ദ്വീപിലെ ബെർബറന്മാരും തീ കൂട്ടി പൗലോസിന്റെ ശരീരം തണുപ്പിക്കാൻ, ചൂടാക്കാൻ വേണ്ടി തീ കൂട്ടുമ്പോൾ തൊട്ടപ്പുറത്ത്, തീയുടെ മുമ്പ് ഇരിക്കുന്ന പൗലോസ് തൊട്ടപ്പുറത്ത് കുറച്ച് വിറവുകൾ കത്താതെ കിടക്കുന്നു. പൗലോസ് തന്റെ കരം നീട്ടി ആ വിറവിനെ എടുത്ത് തീക്കകത്തിടുമ്പോൾ ആ വിറവിൽ ചുറ്റിയിരുന്ന ഒരു അണലി പൗലൂസിന്റെ കയ്യിൽ കടിച്ചു കിടക്കുന്നു. പക്ഷേ ആ ദ്വീപിലെ സകല ആൾക്കാരും പറഞ്ഞു, കടലിൽ വെച്ചു കപ്പൽ തകർന്നിട്ടും മരിക്കാതെ ഇവിടെ കൊണ്ടുവന്നത് ഈ സർപ്പത്തിന്റെ കടിയേറ്റ് മരിക്കാൻ വേണ്ടിയാണെന്ന് അവർ നാട്ടുകാർ മുഴുവനും പറഞ്ഞപ്പോഴും, നോക്കൂ, പൗലൂസിന്റെ കൈക്കകത്ത് കിടന്ന ആ അണലിയെ പൗലൂസ് തീക്കകത്ത് കുടഞ്ഞിട്ടു. ആമേൻ. ആ അണലി ചാരമായി. അടുത്ത പദം കേട്ടോളണം. കടലിൽ കപ്പൽ തകർന്നിട്ട് മരിച്ചില്ല, കരയിൽ വന്ന് അണലി കടിച്ചിട്ട് മരിച്ചില്ല. ഇത് ആരറിഞ്ഞെന്നറിയാമോ? താൻ കയറി നിൽക്കുന്നില്ലേ ആ ദ്വീപിലെ പ്രമാണിയുടെ ചെവിയിലെത്തി. ഒരു സ്വോത്രം പറ മക്കളെ. ദ്വീപിലെ പ്രമാണിയുടെ ചെവിയിലെത്തി. കപ്പൽ തകർന്നിട്ട് മെഡിറ്റിൻ കടലില് 276 യാത്രക്കാര് സഞ്ചരിച്ച കപ്പൽ തകർന്നിട്ട് പൗലൂസും യാത്രക്കാരും മരിച്ചില്ല. ഇക്കരെ വന്നിട്ട് പാമ്പ് കടിച്ചിട്ട് അവൻ മരിച്ചില്ല. പ്രമാണി ഈ വാർത്ത കേട്ടപ്പോൾ പ്രമാണിക്കറിയാം അവൻ സേവിക്കുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവം. ഒന്ന് കരമുയർത്തി സ്തോത്രം പറയാമോ? അടുത്ത പദം കേട്ടോളണം. ഈ പ്രമാണി ആളയച്ച് പൗലൂസിനെ അവന്റെ വീട്ടിലോട്ട് വരുത്തി. പറഞ്ഞു, എത്രയും വേഗം പൗലൂസിനെ എന്റെ വീട്ടിൽ വരാൻ പറഞ്ഞു. സ്തോത്രം ചെയ്യുന്നു. പൗലൂസ് നൂരെ പ്രമാണിയുടെ വീട്ടിൽ പോയി. ഒരു കാര്യം കേൾക്കണം, ആ മെലീത്ത ദ്വീപിലെ പ്രമാണിയുടെ വീട്ടില് ഒരു ഉപദേശിക്ക് പോകാൻ ഭാഗ്യം കിട്ടി. എന്തെന്നറിയാമോ? ആ വഴി തെളിയിച്ചത് ഈ അണലിയാണ്. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. സ്വോത്രം. ആ പ്രമാണിയുടെ വീട്ടിൽ പോകാൻ വേണ്ടി ഒരു വഴി തുറന്നു കൊടുത്തത് മക്കളെ ഈ അണലിയ. അണലി കടിച്ചിട്ടും മരിച്ചില്ല എന്ന് പ്രമാണി കേട്ടത് കൊണ്ടല്ലേ ആ പ്രമാണിയുടെ വീട്ടിന്റെ വാതിൽ പൗലൂസിന് തുറന്നു കൊടുത്തത്. എനിക്കും നിങ്ങൾക്കൊരു ശോധനകളും ഒരു വേദനകളും ഒരു കഷ്ടതകളും ഒരു പ്രതികൂലങ്ങളും വരുമ്പോൾ ഓർത്തോളണം, നമ്മളെ തകർക്കാനല്ല, ഇതുവരെ കാണാത്ത ചില വാതിൽ തുറന്ന് ഓപ്പൺ ചെയ്ത് അവിടെ ദൈവം നമ്മളെ ആദരിപ്പാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന മക്കൾ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പറയുമ്പോൾ എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ചില വേദനാജനകമായ അനുഭവത്തിലൂടെ സഞ്ചരിക്കുന്ന മക്കൾ പറയുന്നു, ഈ വേദന നിങ്ങളെ തകർക്കാനല്ല, ഈ വേദന നിങ്ങളെ ഉടയ്ക്കാനല്ല, ഈ വേദന നിങ്ങളെ ഭൂമിയിൽ നിന്ന് പറിച്ചു മാറ്റാനല്ല. ആയുഷിന്റെ പകുതിയിൽ വെച്ചു ഭൂമിയിൽ നിന്നും പറിച്ചു മാറ്റുമെന്ന് പിശാച് വെല്ലുവിളിച്ചിട്ടും പ്രാണന് കേടുവരാതെ 2026 കൊണ്ട് എത്തിച്ചുവെങ്കിൽ ആല്ല പറയുന്നു, ഇന്ന് വരെ കാൽ വെക്കാത്ത ചില ഓപ്പൺ വാതിലിലേക്ക് സ്വർഗം നിങ്ങളെ കൊണ്ട് എത്തിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഈ രാത്രി ദൂത് പറയുകയാണ്. അതുകൊണ്ട് പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ വിശ്വാസപാതപ്പെടരുത്. പൗലൂസിന് മേൽ കപ്പൽ തകർന്നിട്ടും അവൻ വിശ്വാസം വിട്ടില്ല. അണലി കടിച്ചിട്ടും വിശ്വാസം വിട്ടില്ല. പൗലൂസിന് ദർശനം കിട്ടി, ഈ അണലിയാണ് എനിക്ക് പ്രമാണിയുടെ വീട്ടിൽ പോകാൻ വേണ്ടി ഒരു വഴി തുറന്നു. സ്വത്രം പറയാം മക്കളെ, ചില പ്രശ്നങ്ങൾ ചില പ്രതികൂലങ്ങൾ ചില പുതുവഴി നമുക്ക് തുറക്കുന്നതാണ്. പക്ഷെ പ്രശ്നം വരുമ്പോൾ പലവരും വിശ്വാസം വിട്ടു പോകുന്നുണ്ട്. മടുത്തു പോകല്ലേ. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാരൊക്കെ പാടിയൊരു പാട്ടുണ്ട്, എനിക്ക് പാടാൻ പറ്റൂല എങ്കിലും ഈ ഇടറിയ സൗണ്ട് ഞാൻ പാടാം. നാടും വീടും കൂടുള്ളോർ വേടിയും ഇടുക്കമീ പാത കടന്നിട. നാടും വീടും കൂടുള്ളോർ വേടിയും ഇടുക്കമീ പാത കടന്നിടണം. മടുത്തിടാതെ സ്ഥിരത വിടാതെ ഒടുക്കം വരെയും സഹിച്ചിടണം. മടുത്തിടാതെ സ്ഥിരത വിടാതെ
ഒടുക്കം വരെയും സഹിച്ചിടണം. കുറുകി ഞരങ്ങി കാത്തിരിക്കും. കുറുമ്പ്രാവേ നിൻ ഇണവരാറായി കുറുകി ഞരങ്ങി കാത്തിരിക്കും. കുറുമ്പ്രാവേ നിൻ ഇണവരാറായി ആരും മരുവിൽ ഒരു തുണയില്ലെന്ന് ഒരു ഉരുകും നീ നിനയരുതേ. ആരും മരുവിൽ ഒരു തുണയില്ലെന്ന് ഒരു ഉരുകും നീ നിനയരുതേ. ഒരുക്കാൻ പോയി വരുമെന്നുരച്ചോൻ കരുതിയതെല്ലാം നിനക്കല്ലയോ. ഒരുക്കാൻ പോയി വരുമെന്നുരച്ചോൻ കരുതിയതെല്ലാം നിനക്കല്ലയോ. കുറുകി ഞരങ്ങി കാത്തിരിക്കും. കുറുമ്പ്രാവേ നിൻ ഇണവരാറായി. ദൈവമക്കളെ, പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പോൾ ഭക്തൻ പറയുന്നു, മടുത്തിടാതെ സ്ഥിരത വിടാതെ ഒടുക്കം വരെയും നിൽക്കാൻ തയ്യാറായാൽ നമ്മുടെ ചരിത്രത്തെ തിരുത്തി കുറിക്കുന്നവനാണ് നാം സേവിക്കുന്ന ദൈവം എന്ന് വിശ്വസിക്കുന്ന എത്ര മക്കൾ ഇന്ന് രാത്രിയുണ്ട്? ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് മഹിമപ്പെടുത്താമോ? ഹല്ലേലൂയ. അതുകൊണ്ടാണ് നാടും വീടും കൂടുള്ളോർ വടിയും കുടുംബത്തിനകത്ത് നിന്ന് തലമുറകള്, മക്കള്, ഭർത്താവ്, ഭാര്യ, കൂടപ്പറപ്പുകൾ, ബന്ധുക്കൾ, സഹോദരങ്ങൾ, മിത്രങ്ങൾ, ബന്ധപ്പെട്ട് നിൽക്കുന്ന സഭാ നിലകളിൽ നിന്നും നേതാക്കന്മാരൊക്കെ ഒരു പക്ഷേ നമ്മളെ ഒറ്റപ്പെടുത്തിയെന്ന് വരാം. ലോകം നമ്മളെ ഒറ്റപ്പെടുത്തിയെന്ന് വരാം. സുവിശേഷ വിരോധികൾ നമുക്കെതിരായി മാറിയെന്ന് വരാം. മക്കളെ, അന്ത്യകാലഘട്ടത്ത് ആരൊക്കെ എതിരായി മാറിയാലും ആരൊക്കെ നമ്മളെ മാറ്റി നിർത്തിയാലും ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ആ അണലിയാണ് പൗലൂസിന് ആ ദ്വീപിലെ പ്രമാണിയുടെ വീട് തുറന്നു കൊടുത്ത കാര്യം ഇന്ന് രാത്രി നിങ്ങൾ മറക്കരുത്. ആ പ്രമാണി പറഞ്ഞൊരു പദമുണ്ട്, പൗലൂസെ നീ എന്റെ വീട്ടിൽ പാർക്കണം. അവിടെ പൗലൂസ് പ്രമാണിയുടെ വീട്ടിൽ പാർക്കുമ്പോൾ അടുത്ത പദം കേട്ടോളണം, ഈ പ്രമാണിയുടെ അപ്പൻ പനി പിടിച്ച് കിടക്കുന്നു. ആ പ്രമാണിയുടെ അപ്പൻ പനി പിടിച്ചപ്പോൾ പൗലൂസ് ചെന്ന് പ്രമാണിയുടെ അപ്പന്റെ മേൽ കൈവച്ചപ്പോൾ പനി ഹോട്ടൽ വിട്ടുമാറി. നോക്കണം, പ്രമാണി പറഞ്ഞു, ഇവിടം വിട്ട് നീ പോകേണ്ട. ആ വചനം പറയുന്നു, ചില നാളുകൾ പൗലൂസ് മെലീത്ത പ്രമാണിയോടൊപ്പം അവിടെ പാർത്തു. പറയാം, ലോക ചരിത്രത്തിൽ സ്വതന്ത്രം ചെയ്യുന്നു. വമ്പന്മാരുടെ വീടുകള്, ഉന്നതന്മാരുടെ വീടുകള്, രാഷ്ട്രീയ നേതാക്കന്മാരുടെ വീടുകള്, മന്ത്രിമാരുടെ വീടുകള്, രാജാക്കന്മാരുടെ വീടുകള്, പ്രമാണിമാരുടെ വീടുകള്, സാധുക്കളായ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന മക്കൾക്ക് വേണ്ടി ഈ 2026 അന്ത്യകാലഘട്ടത്ത് ദൈവം നമുക്ക് വേണ്ടി തുറന്നു തരും. എത്ര മക്കൾ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? സുവിശേഷ വേല ചെയ്യുന്ന അഭിഷക്തന്മാർ ഇതിനകത്തുണ്ടെങ്കിൽ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് ശക്തമായി ഈ സമയം ദൂതറിയിക്കുന്നു. സ്വതന്ത്രം ചെയ്യുന്നു. കർത്താവിന്റെ മകൻ ഷിബു അവറുകൾ സ്വതന്ത്രം പരിശുദ്ധാത്മ പറയുന്നു, എനിക്ക് നേരിട്ട് പരിചയമില്ല, ആത്മാ പറയുന്നുണ്ട്, ഇത് ചില വിടുതലുകളും ചില വാതിലുകളും വഴികളും നന്മകളും ജീവിതത്തിന്റെ മേഖലയ്ക്കകത്ത്, നിങ്ങൾ അരിക്കുന്ന മേഖലയ്ക്കകത്ത് ദൈവാത്മാവ് ദിവസങ്ങൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. ചില പ്രതികൂലത്തോടെ ദൈവം നിങ്ങളെ കടത്തിവിട്ടു, ചില പ്രതിസന്ധി കൂടെ കടന്നുപോയ മേഖലകൾ അത് ഓർക്കുമ്പോൾ ഹല്ലേലൂയ, ഹൃദയത്തിന്റെ അകത്തളം ഉടമന ഘടകത്തിന്റെ മുറിഞ്ഞിരിക്കുന്ന അനുഭവം പോലെ അത് ഓർക്കുമ്പോൾ തോന്നിയെന്ന് വരാം. പക്ഷെ ആത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുന്നുണ്ട്, അടനാ റികൽക്കമന ഘടകം ചില ഉന്നതമായ നിലവാരത്തിലേക്ക്, അടുത്തൊരു തലത്തിലേക്ക് ദൈവം ഓപ്പൺ ചെയ്യാൻ വേണ്ടിയാണെന്ന് പരിശുദ്ധാത്മാവ് ഈ രാത്രി ആലോചന പറയുന്നു. തളർന്നു പോകാതെ മുൻപോട്ട് ചുമട് വെക്കുക. പൗലൂസിന്റെ ജീവിതത്തിൽ ചില വാതിൽ ദൈവം തുറന്നു കൊടുത്തതുപോലെ, ചില മിറക്കൽ തന്നെ കൂടെ ചെയ്തതുപോലെ, ഉന്നതന്മാരുടെ വീടുകളിൽ പ്രമാണിയുടെ വീട് പൗലൂസ് തുറന്നു കൊടുത്തതുപോലെ ദൈവാത്മാവ് പറയുന്നുണ്ട്, ചിലതൊക്കെ ദൈവം 2026 ജാനുവരി, ഫെബ്രുവരി, മാർച്ച് മാസം മുമ്പോട്ട് കടന്നു പോകുമ്പോൾ ചിലതൊക്കെ പരിശുദ്ധാത്മാവ് ഓപ്പൺ ചെയ്യാൻ പോകുന്നു എന്ന് ആത്മാവ് ശക്തമായി ഈ രാത്രി ആലോചന പറയുന്നു. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇരിക്കുന്ന ഓരോ മക്കളും ഞാൻ പറയുന്ന മക്കളെ, ഈ ലൈനിലൂടെ ഞാൻ കാണുന്ന പലരുമുണ്ട്. സ്തോത്രം. നിങ്ങളുടെയൊക്കെ പൊതുവിൽ ഞാനൊരു ദൂത് പറയാം, മടുത്തു പോകരുത്, സ്ഥിരത വിടരുത്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ അവര് മടുത്തുപോയി, അവര് സ്ഥിരത വിട്ടു, ദൈവ സ്നേഹം വിട്ടു, നടത്തിയ മോശയെ വിട്ടു. 430 വർഷത്തെ കെട്ടഴിച്ച ദൈവത്തെ മറന്നു മരുഭൂമിയിൽ. അങ്ങനെ മറന്നപ്പോൾ കേൾക്കണം, ആ മരുഭൂമിയിൽ വെച്ച് അവർ ദൈവത്തോട് മറുത്തു മത്സരിച്ചപ്പോൾ, ദൈവത്തെ വിട്ടപ്പോൾ
ദൈവം ആ മരുഭൂമിയിൽ അഗ്നി സർപ്പങ്ങൾ കടിച്ചു, പലരും മരിച്ചു കേട്ടോ. ആയിരക്കണക്കിന് ജനങ്ങൾ, ഇസ്രായേൽ മക്കൾ അഗ്നി സർപ്പം കടിച്ചു മരുഭൂമിയിൽ പട്ടുപോയപ്പോഴേ മോശ നിന്ന് നിലവിളിക്കുന്ന, കർത്താവേ, ഇവരെ വഴി കൊണ്ട് കൊല്ലാൻ വേണ്ടിയാണോ നീ എന്നോടൊപ്പം കെട്ടഴിച്ച് നീ പറഞ്ഞു വിട്ടത് എന്ന് മോശ നിലവിളിച്ചപ്പോൾ എന്റെ ദൈവം മോശയോട് ഒരു ദൂത് പറഞ്ഞു, മോശേ, ഈ അഗ്നി സർപ്പങ്ങൾ കടിയേറ്റ് മരണത്തോട് പിടയ്ക്കുന്നില്ലേ, അവർ രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. സ്തോത്രം ചെയ്യുന്നു. നീ ഒരു പിത്തള സർപ്പത്തെ ഉണ്ടാക്കി ആ മരുഭൂമി ഇരിക്കുന്ന കൊടിമരത്തിന്മേൽ അത് നീ തൂക്കണം. ആ പിത്തള സർപ്പത്തെ ആര് നോക്കുന്നുവോ കടിയേറ്റവർ അവരെ വിഷം പുറത്തു പോകും. ഒന്ന് കരമടി സ്വന്തം പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അങ്ങനെ മോശ താമ്രം കൊണ്ടൊരു പിത്തള സർപ്പം ഉണ്ടാക്കി ആ മരുഭൂമി നിൽക്കുന്ന കൊടിമരത്തിന്മേൽ മോശ തൂക്കിയപ്പോൾ ആരെല്ലാം കടിയേറ്റു മരുഭൂമിയിൽ മരണത്തോടെ പിടയ്ക്കുന്നുവോ അവിടെ കിടന്നുകൊണ്ട് ആ പിത്തള സർപ്പത്തിലേക്ക് നോക്കിയപ്പോൾ എല്ലാവരും രക്ഷപ്പെട്ടു. ആ ചരിത്രമാണ് മക്കളെ യോഹന്നാൻ പറയുന്നത്. മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ നമ്മൾ വായിച്ച വാക്യം യേശുവിനെ ഉയർത്തേണ്ടതാക്കുന്നു. മരണത്തിന്റെ കറുത്ത കരങ്ങൾ, അനർത്ഥങ്ങൾ, പ്രതിസന്ധികൾ, സാമ്പത്തിക താഴ്ചകൾ, രോഗത്തിന്റെ ആശുപത്രി കൈവിട്ട കേസുകൾ, RCC ആയാലും, ശ്രീചിത്രയായിരുന്നാലും, മെഡിക്കൽ കോളേജ് ആയിരുന്നാലും, ഇവിടുത്തെ ഉന്നത പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയിരുന്നാലും കൈവിട്ട ചില കേസുകളെ ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, യേശുവിലേക്ക് നോക്കുക. അടന രകൽക്കമന വിഷങ്ങൾ കയറി മരുഭൂമിയിൽ പട്ടുപോകാൻ മരണത്തോട് മല്ലടിക്കുന്ന ജനം, ഹല്ലേലൂയ, ആ കേവലം ഒരു പിത്തള സർപ്പത്തെ നോക്കിയപ്പോൾ, ചലിക്കാത്ത ഒരു സർപ്പത്തിൽ കൊടിമരത്തിൽ നോക്കിയപ്പോൾ അവർ മരണത്തിൽ രക്ഷപ്പെട്ടുവെങ്കിൽ ഇന്ന് രാത്രി പറയാം, നമ്മൾ നോക്കുന്നത് ഒരു പിത്തള സർപ്പത്തെയല്ല കേട്ടോ, ഒരു കൊടിമരത്തിലല്ല. കാമേ 2026 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരുടെ കൊലമരത്തിൽ ഇതാ ഒരുവൻ തൂങ്ങിക്കിടക്കുന്നു. ആ യേശുവിനെ ആര് നോക്കുന്നുവോ ആ നോക്കിയവർ രക്ഷപ്പെടും. ആമേ, അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരെ മുഖം ലക്ഷിപ്പാൻ ദൈവം അനുവദിച്ചിട്ടില്ല. മക്കളെ, അന്തിമ കാലഘട്ടത്ത് നമുക്ക് ഈ ഭൂമിയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ 2026 നിന്നതുപോലെ നമുക്ക് പറ്റൂല മക്കളെ. 2025 അല്ല, 2026. 2025 വന്ന പ്രശ്നമല്ല 26 വരാൻ പോകുന്ന പ്രശ്നം. കണ്ടില്ലേ, കർത്താവിന്റെ വരവ് ഏറ്റമെടുത്തു. ബസ്സിൽ കയറാൻ പാടില്ല, യാത്ര ചെയ്യാൻ പാടില്ല. ഒരുപക്ഷെ ബസ്സിൽ കയറിയാൽ പോലും നമ്മളെയൊക്കെ തകർത്ത് തരിപ്പണമാക്കുന്ന ജലവിധമാക്കുന്ന പ്രതികൂലങ്ങളൊക്കെ ആമേ യാത്ര മധ്യത്തിൽ തന്നെ കടന്നു വരുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്നു. അപകടമല്ലെങ്കിലും മാനുഷികപരമായി നമുക്കറിയല്ലേ, ഇന്നലെ ആത്മഹത്യ ചെയ്ത ഒരു സംഭവം നമ്മൾ വാർത്ത മുഴുവനും നിറഞ്ഞു നിൽക്കുകയല്ലേ. സ്തോത്രം ചെയ്യുന്നു. ഒരു ബ്രദർ ബസ്സിൽ യാത്ര ചെയ്യുന്നു, അടുത്ത് അതിനകത്ത് നിന്ന് പോകുന്ന സഹോദരന്മാരും ഉണ്ട്. ബസ് അങ്ങോട്ടും മറ്റും ഉലയും, ഒരു പക്ഷേ അങ്ങോട്ടും ചിലപ്പോൾ ദേഹത്ത് തട്ടിയെന്ന് വരാം. സ്തോത്രം ചെയ്യുന്നു. പക്ഷേ അത് വേറെ രീതിയിലേക്ക് ചിത്രീകരിച്ചുകൊണ്ട് ലോകം മുഴുവനും പ്രചരിപ്പിച്ച ആ ചെറുക്കൻ ഇന്നലെ സ്തോത്രം രാവിലെ ആത്മഹത്യ ചെയ്തു. ആ പ്രചരണമാണ് ഇപ്പോൾ മീഡിയ കൂടെ മുഴുവനും നടക്കുന്നത്. സ്തോത്രം ചെയ്യുന്നു. ഒരു ആത്മാവ് നഷ്ടപ്പെട്ടു പോയില്ലേ. ഞാൻ പറയാം, ഇത് അന്തിമകാലമാണ്. 2025 വന്ന സംഭവമല്ല 26 വരാൻ പോകുന്നത്. എനിക്ക് നിങ്ങൾക്ക് പിടിച്ചുപോൾ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇനി 2026 വരുന്നത്. ഇത് വരുമ്പോൾ നിങ്ങൾ ഓർക്കണം, കർത്താവിന്റെ വരവേറ്റ് അടുത്തിരിക്കുന്നു. ഒന്ന് കരമുയർത്തി സ്തോത്രം അറിയാമോ? ഒരു അനുഗ്രഹം നിങ്ങളെ ഇപ്പോൾ ഉയർത്താൻ പോകുന്നു, നിങ്ങളെ വളർത്താൻ പോകുന്നു, നിങ്ങൾക്കൊരു വാതിൽ ദൈവം തുറക്കാൻ പോകുന്നു എന്നൊരു പ്രഭാഷണം ഞാൻ ഇന്ന് രാത്രി പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ ശക്തമായി ആരാധിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് നിങ്ങളുടെ ഒരു സഭാ ശുശ്രൂഷ എന്ന രീതിയിൽ ഞാൻ ഇന്നലെ എന്റെ സഭയിലും ഇന്നലെ 3 യോഗത്തിൽ പ്രസംഗിച്ചു മക്കളെ. എന്റെ ചർച്ചിലും അത് കഴിഞ്ഞ് 3 മണിക്ക് കൊല്ലം ആരിപ്പള്ളി ചെന്ന് ഒരു യോഗത്തിൽ സ്തോത്രം ചെയ്യുന്നു. 5 മണി മുതൽ 8 മണി വരെ പ്രസംഗിച്ചിട്ട് രാത്രി 11:30 വീട്ടിൽ എത്തിയത്. സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞ അർത്ഥം, ഈ ദിവസത്തെ എല്ലാ പ്രഭാഷണത്തിനകത്തും ഞങ്ങൾക്ക് പറയാനുള്ളത് 2026 നമ്മൾ ചിന്തിക്കപ്പെടുത്ത വർഷമല്ല. വിശ്വാസ ജീവിതത്തിനകത്ത് നിൽക്കാൻ കഴിയാത്ത പ്രതികൂലങ്ങൾ കടന്നു വരും. നമ്മളെ മനസ്സിനെ മടുപ്പിക്കുന്ന, മടുത്തു പോകുന്ന പ്രതികൂലങ്ങൾ കടന്നു വരും. നമ്മുടെ സ്വന്തം വീട്, നമ്മുടെ സ്വന്തം ഭവനം, നമ്മളെ സ്വന്തം അധ്വാനിച്ച വീട്ടിന്റെ ചുമരിൽ പോലും നാം സേവിക്കുന്ന ദൈവത്തിന്റെ വാക്യം പോലും എഴുതി വെക്കാൻ ഈ കേരളക്കരയിൽ നമുക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലഘട്ടമാണ് കേട്ടോ വരാൻ പോകുന്ന. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. നിങ്ങൾക്കറിയാം, പത്തനാപുരത്ത് ഒരു വീട്ടിന്റെ ചുമരിൽ അവര് പൗലൂസ് പറഞ്ഞ വാക്യങ്ങൾ എഴുതി വെച്ചപ്പോൾ അതിനകത്ത് വിഗ്രഹാരാധികൾ എന്നുണ്ട്. വിഗ്രഹാരാധികൾ, വമ്പ് പറയുന്നവർ, ആവിഷ്ണക്കാർ, മദ്യപാനികൾ, വ്യഭിചാരികൾ, ഇവരാരും ദൈവരാജ്യം അവകാശമാക്കുന്ന ബൈബിളിലെ വാക്യമാണ്. അത് എഴുതി വെച്ചപ്പോൾ, സ്വന്തം ജനം എഴുതി വെച്ചപ്പോൾ അതുവരെയും സമൂഹം വന്ന് അതിനെ മാച്ചു കളഞ്ഞു. ഇവിടുത്തെ പാർട്ടിക്കാരോ, ഇവിടുത്തെ പോലീസുകാരോ, ഇവിടുത്തെ മന്ത്രിമാരോ, നേതാക്കന്മാരോ ഒരിക്കൽ ആരുപോലും ആ വാക്കിന് പ്രതികരിച്ചിട്ടില്ല. പറയാം, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഒരു വിഷയം വന്നാൽ ഇവിടെ പ്രതികരിക്കാൻ ആരും കാണത്തില്ല. പക്ഷേ നമുക്കൊരുവൻ ഉയരത്തിലുണ്ട്, അവൻ മിണ്ടാതിരിക്കത്തില്ല. ഒന്ന് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറ മക്കളെ. ദൈവം നമുക്ക് ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കും കേട്ടോ. സ്തോത്രം, 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 സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ദൈവം നമുക്ക് വേണ്ടി
എഴുന്നേൽക്കും. ആമേൻ ആമേൻ. വചനം പറയുന്നു, ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകും. അവർ പുക പതറിപ്പോകും പോലെ പതറിപ്പോകുന്ന ഒരു കാലഘട്ടമാണ്. ആത്മ പറയുന്നുണ്ട്, ഭാരപ്പെടല്, വിശ്വാസം വിട്ട് പോകരുത്, മടുത്തു പോകരുത്. സ്വർഗം നമുക്ക് എഴുന്നേൽക്കും. ഇവിടുത്തെ നേതാക്കന്മാരോ, ഇവിടുത്തെ MLA-മാരോ, ഇവിടുത്തെ MP-മാരോ, ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറോ, പഞ്ചായത്ത് പ്രസിഡന്റ്മാരോ, നമ്മൾ സ്നേഹിച്ച ആൾക്കാരോ, നമ്മുടെ കൂടപ്പറപ്പുകൾ പോലും നമുക്കൊരു പ്രശ്നം വന്നാൽ കൂടെ നിൽക്കാൻ കാണത്തില്ല. പക്ഷെ ഇങ്ങോട്ട് നോക്കൂ, കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ കൈവിടത്തില്ല, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല, ഞാൻ നിങ്ങളെ ചേർത്ത് പിടിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും? എന്റെ കയ്യിൽ നിന്ന് വിടിവിക്കുവാൻ ആരുമില്ല എന്ന് യേശു പറഞ്ഞുവെങ്കിൽ ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. ഏത് പ്രശ്നങ്ങളെ നമുക്ക് ഈ ദിവസങ്ങൾ അതിജീവിക്കാം, ഏത് പ്രതികൂലങ്ങളെ നമുക്ക് അതിജീവിക്കാനുള്ള കൃപ സ്വർഗം നമ്മുടെ മേൽ ഈ ദിവസങ്ങൾ പകരും. ഹല്ലേലൂയ. 2026 നമുക്ക് ഭൂമിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പ്രശ്നം വരും. അപ്പോൾ നമുക്ക് നോക്കാൻ ഒറ്റയാളേ ഉള്ളൂ. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തി ഇസ്രായേൽ മക്കൾ സർപ്പത്തെ നോക്കി വിടുതൽ പ്രാപിച്ചതുപോലെ നമുക്ക് നോക്കാൻ ഒരു സർപ്പമില്ല, നമുക്ക് നോക്കാൻ ഒരു പാമ്പില്ല, നമുക്ക് നോക്കാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതാ ഉയർന്നിൽക്കുന്നു. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. തന്റെ മഹിമയുള്ള സിംഹാസനത്തിൽ പിതാവിന്റെ മഹിമയുള്ള വലത്ത ഭാഗത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു, ആ കർത്താവ് നമുക്ക് വേണ്ടി ഇടപെടും. ഒരു സ്തോത്രം പറയാമോ? ആരും ഇടപെട്ടില്ലെങ്കിലും പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഇടപെടും. ഏത് പ്രതികൂലങ്ങൾ വന്നാലും ദൈവം നമുക്ക് വേണ്ടി ഇടപെടുന്ന ഒരു വർഷമാണ്. കർത്താവിന് വേണ്ടി നിൽക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ഒരിക്കലും അവർ പരാജയപ്പെട്ട ചരിത്രമില്ല. ദൈവം ഇവിടെ നിൽക്കുന്ന ഓരോ മക്കളോടും ദൈവം ഓരോരുത്തർ ഓരോ വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. 2025 നമുക്ക് ആ വാഗ്ദത്തം കാണാൻ പറ്റില്ലെങ്കിൽ 26 കാണാൻ വേണ്ടി പോവുക. ഞാൻ ഇന്നലെ എന്റെ ചർച്ചിൽ പറഞ്ഞൊരു ദൂത് പറഞ്ഞു, മക്കളെ, ഈ പഴയ നിയമത്തിലാണ് വാഗ്ദത്തങ്ങളൊക്കെ താമസിക്കുന്നത്, വർഷങ്ങളെടുക്കും. ചില വാഗ്ദത്തങ്ങൾ ദൈവം പറഞ്ഞ കാണാൻ വർഷമെടുക്കും. ഏറ്റവും കൂടുതൽ വാഗ്ദത്തം കാണാൻ വർഷമെടുത്തെന്ന് ചോദിച്ചാൽ എല്ലാവരും അബ്രഹാമിന്റെ പേര് പറയും. അബ്രഹാമാണ് വാഗ്ദത്തം എന്ന് പറയും. അല്ല മക്കളെ, ഏറ്റവും കൂടുതൽ വാഗ്ദത്തം കാണാൻ വർഷമെടുത്തറിയും. 84 വർഷമെടുത്ത് വാഗ്ദത്തം കാണാൻ. 84 വർഷം എടുത്തൊരു വാഗ്ദത്തം കാണാൻ. ആരെന്നറിയാമോ? ആലയം വിട്ട് പിരിയാതെ ഹന്ന എന്ന് പറഞ്ഞ ഒരു അമ്മ ആലയത്തിനകത്തിരുന്ന് എന്നറിയാം. 84 വർഷം പള്ളിക്കകത്ത് ഉപവാസത്തിലും പ്രാർത്ഥനയും കഴിഞ്ഞ് എന്തിനെന്നറിയാമോ? അനുഗ്രഹത്തിന് വേണ്ടിയല്ല, വാഗ്ദത്തം കാണാൻ. കാരമ്പയ്ക്ക് സ്വതന്ത്രമാണ് മക്കളെ. 84 വർഷം ദൈവാലയം വിട്ട് പിരിയാതെ ഹന്ന എന്ന് പറയുന്ന ഒരു അമ്മ പള്ളിക്കകത്ത് വാഗ്ദത്തം കാണാൻ 84 വർഷം ഇരുന്നെങ്കിൽ ഏത് വാഗ്ദത്തം? യേശുവിനെ കാണാൻ. ഒന്ന് കാരമ്പയ്ക്ക് സ്വതന്ത്രം പറ. യേശുവിനെ കാണാൻ 7 വർഷം കന്യകാലത്ത് ഭർത്താവിന്റെ കൂടെ ജീവിച്ചു. 7 വർഷം കഴിഞ്ഞ് ഭർത്താവ് മരിച്ചു. പിന്നെ 84 വർഷം വിധവയായും വയസ്സ് ചെന്നവളുമായി ആലയം വിട്ടു പിരിയാതെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആലയത്തിനകത്ത് തന്നെ ഇരുന്നു. എന്തെന്നറിയാമോ? അവക്കറിയാം, സ്തോത്രം ചെയ്യുന്നു, ആ ഹന്നയ്ക്കറിയാം, യെശയ്യാവ് പ്രവാചകൻ പറഞ്ഞൊരു വാഗ്ദത്ത സന്തതി, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിയിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, അവൻ വീരണാ ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാനത്തിന്റെ പ്രഭു ഈ ആലയത്തിലേക്ക് വരുമെന്നറിയാം. അതുകൊണ്ട് 84 വർഷം പള്ളി വിട്ടു പോകാതെ കാത്തിരുന്ന അമ്മ നോക്കിയിരിക്കുമ്പോൾ സ്വതന്ത്രം ചെയ്യുന്നു. ആ വയസ്സായ അമ്മയുടെ ജീവിതത്തിനകത്ത് ജോസഫും മറിയയും യേശു എന്ന പൈതലിനും കൊണ്ട് ആലയത്തിൽ വന്നത് ആദ്യം കണ്ടത് ഈ അമ്മയാണ്. ഒന്ന് കരമ്പയ്ക്ക് സ്വതന്ത്രം പറ മക്കളെ അങ്ങോട്ട് സ്വതന്ത്രം. അതിനുശേഷമാണ് ആ പള്ളിയിലെ പുരോഹിതൻ ശിബിയോ യേശുവിനെ കയ്യിലോട്ട് എടുത്തിട്ട്, ഇപ്പോൾ നാദാ തിരുവചനം പോലെ അടിയനെ സമാധാനത്തോട് വിട്ടയക്കണമേ, സകല ജാതികൾക്കും പ്പെടാനിരിക്കുന്ന രക്ഷ എന്റെ കണ്ണ് കണ്ടല്ലോ എന്ന് ശിമിയോൻ എടുത്ത് ഉയർത്തി പ്രാർത്ഥിച്ചത് കണ്ടതാണെന്നറിയാമോ? 84 വർഷം ആലയം വിട്ടുപിരിയാതിരുന്ന ഹന്നയാണ്. ഒന്ന് സ്വതന്ത്രം പറ മക്കളെ അങ്ങോട്ട്. അപ്പൊ ലോക ചരിത്രത്തിനകത്ത് ഏറ്റവും കൂടുതൽ വാഗ്ദത്തം കാണാൻ കാത്തിരുന്ന വർഷം 84 വർഷം. ഞായറാഴ്ച 10 മണി മുതൽ 12:30 മണി വരെ പള്ളിക്കകത്ത് വന്ന് ബെന്തിക്കോസ് ഇരിക്കുന്ന കണ്ട എനിക്ക് പലപ്പോഴും മയക്കിങ്ങനെ ഊരി എറിയാൻ തോന്നിയിട്ടുണ്ട്. അല്ലേലും പറഞ്ഞാട്ടെ, തമാശല്ല മക്കളെ. 3 മണിക്കൂർ ഇങ്ങോട്ട് നോക്കി, തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ സകലടുത്ത് പോകാൻ ദൈവം ആയുസ്സും ആരോഗ്യം പണവും വാണ്ടിയും കാറും എല്ലാം സമ്പത്തും തീറ്റിയും ഉണ്ണാൻ കഴിക്കാൻ ആഹാരം, ഉടുക്കാൻ വസ്ത്രം, കുടിക്കാൻ വെള്ളം, സഞ്ചരിക്കാൻ വാഹനം, ജോലിക്ക് പോകാൻ എല്ലാം ഒരു 7 ദിവസം കൊടുത്തു.
ആ 7-ാമത്തെ ദിവസത്തിന്റെ 3 മണിക്കൂർ ദൈവസന്നി വന്ന് ഇരിക്കുന്ന കണ്ട സത്യത്തില് ദേഷ്യം ഞങ്ങൾക്ക് വരും. ചില വിശ്വാസികൾ പള്ളിക്കകത്തിരിക്കുന്ന കാണുമ്പോൾ സത്യത്തിൽ സ്വതന്ത്രം ചെയ്തു ആശീർവാദം പറയും മുമ്പ് ഇറങ്ങിപ്പോകും. ഒരു സഭായോഗത്തിനകത്ത് വിശ്വാസി വന്നാൽ ആശീർവാദത്തോടെ പോകണം, അല്ലെങ്കിൽ ആ വന്ന വരവ് ഒരിക്കലും ആ വരവ് അനുഗ്രഹമല്ല. ദൈവം പറഞ്ഞു ആരംഭത്തെക്കാൾ അവസാനം നല്ലത്. വെച്ചാൽ ആരംഭിച്ചിട്ട് ആശീർവാദത്തോടെ ഒരു വിശ്വാസി വീട്ടിൽ പോയാൽ തിങ്കൾ മുതൽ ഞായർ വരെ നിന്റെ ചരിത്രം മാറും. മാത്രമല്ല, ആശീർവാദമില്ലാതെ പാതി സമയത്ത് ഇറങ്ങി പോയി കഴിഞ്ഞാൽ അനുഗ്രഹം ഇല്ല. അപ്പൊ 84 വർഷം വരെ അമ്മ പള്ളിക്കാൻ ആലയം വിട്ടു പിരിയാതെ പള്ളിയിൽ ഇരിക്കണമെങ്കിൽ അതാ ഏറ്റവും പ്രായമുള്ള അമ്മ. 7 വർഷം ഭർത്താവിന്റെ കൂടെ കഴിഞ്ഞു. 7ഉം 84 എത്രയായി? 91ആയി. അപ്പൊ കല്യാണം കഴിഞ്ഞത് വയസ്സ് എത്ര? ഒരു 20 വയസ്സിൽ കന്യകാലം കഴിയും. 20 വയസ്സിൽ അവനെ കല്യാണം കഴിഞ്ഞെങ്കിൽ സ്വതന്ത്രം ചെയ്യുന്നു 7 വർഷം ഭർത്താവിന്റെ കൂടെ ജീവിച്ചു. അപ്പൊ 20 7ഉം പിന്നെ ഭർത്താവ് മരിച്ചിട്ട് 84 വർഷവും. സ്വതന്ത്രം പറ, നോക്ക് കണക്കൂട്ടു. അത്രയും പ്രായമുള്ള അമ്മ പറയുന്നു 84 വർഷം ആഹാരം കഴിക്കാതെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും. എന്റെ ദൈവമേ, ഇവിടെ 35ഉം 40ഉം വയസ്സായ പെൺകുട്ടികള് ആൺകുട്ടികള് 40-50 വയസ്സായ ആൺകുട്ടികളൊക്കെ പള്ളിക്ക് സവായത്തിൽ ഇരിക്കുമ്പം ഒരു 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 പോകുന്നത് വരെ ഇങ്ങനെ കുപ്പിയുടെ അടപ്പ് തുറക്കും, ഒറ്റക്കുടി. സ്വതന്ത്രം പറഞ്ഞാട്ടെ, സവായത്തിന് വന്നിരുന്ന സമയത്ത് പോകുന്നവരെ വെള്ളം കുടിയാണ് ജോലി വിശ്വാസികൾക്ക്. സ്വതന്ത്രം പറയാ, സ്വതന്ത്രം അല്ലേ? 84 വയസ്സ് പ്രായമുള്ള അമ്മ ആഹാരം കഴിക്കാതെ ആലയം വിട്ടുപിരിയാതിരുന്നു. വീട് വെക്കാൻ വേണ്ടിയല്ല, വണ്ടി വാങ്ങിക്കാൻ വേണ്ടിയല്ല, പേർച്ചയെ പോകാൻ വേണ്ടിയല്ല, ജോലി വിട്ടാൻ വേണ്ടിയല്ല, മോളെ കെട്ടിക്കാൻ വേണ്ടിയല്ല. അവൾ 84 വർഷം ആലയം വിട്ട് പിരിയാതിരുന്നത് എന്നറിയാമോ? വാറ്റത്തെ കാണാൻ. ഒന്ന് കരം പകി സ്വതന്ത്രം പറഞ്ഞ മക്കളെ, അങ്ങനെ കാണാൻ വേണ്ടി യേശുവിനെ കാണാനിരുന്നതാ. യേശുവിനെ കാണാൻ ആരൊക്കെ ദൈവത്തിന് ഇരിക്കുന്നുവോ അവനെ കാണാതെ നിന്റെ കണ്ണടയാൻ ദൈവം അനുവദിക്കത്തില്ല. ഒന്ന് കാര്യമായി സ്വതന്ത്രം പറയാമോ? ആയുസിന്റെ പകുതിയിൽ വെച്ച് നമ്മളെ ഭൂമിയിൽ നിന്ന് പറിച്ചു മാറ്റുമെന്ന് പിശാച് വെല്ലുവിളിച്ചാലും നിങ്ങളുടെ കണ്ണടയാൻ ദൈവം അനുവദിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ കാണേണ്ടവനെ കാണാതെ, അറിയേണ്ടവനെ അറിയാതെ ദൈവം നമ്മുടെ കണ്ണടയാൻ വഴിക്ക് വെച്ച് കർത്താവ് വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ. പക്ഷെ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ ദൈവത്തെ വിട്ടുപിരിഞ്ഞു. നമ്മൾ സംഖ്യാപുസ്തകമൊക്കെ പറയുമ്പോൾ അവര് മരുഭൂമിക്കിടെ പോകുമ്പോൾ അവർക്ക് കഴിക്കാൻ ആഹാരം അവര് ചോദിച്ച് ദൈവം കൊടുത്തു. മക്കളെ, ആ ഇറച്ചി അവര് കഴിച്ചു. ബൈബിൾ പറയുന്നു അവര് തിന്നിട്ട് അവരെ മൂക്കിക്കൂടെ വന്നെന്ന്. ഏത് വഴി വന്നെന്ന്? ഇസ്രായേൽ മക്കൾ ആഹാരം കഴിച്ചിട്ട് ഏത് വഴി വന്നെന്ന്? ഇറച്ചി. വേണമെങ്കിൽ വാക്യം വായിക്കോ? സംഖ്യാപുസ്തകം 11-ാം അധ്യായം 18, 19, 20 വായിച്ചാട്ടെ. അവര് ചോദിച്ചത് കർത്താവ് കൊടുത്തു. കൊടുത്തിട്ടും ദൈവത്തോട് മറുത്തു മത്സരിച്ചത് കൊണ്ടാണ് മരുഭൂമിയിൽ അഗ്നി സർപ്പം കടിച്ചു മരിച്ചത്. വാക്യം വായിക്കാം. സംഖ്യാപുസ്തകം 11-ന്റെ 18, 19 വായിക്കാം. വേഗത്തിൽ വായിക്കാം, കുറച്ച് വായിക്കണേ. 11-ന്റെ 18, 19 വായിച്ചാട്ടെ. എന്നാൽ ജനത്തോട് നീ പറയേണ്ടത്, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, എന്നാൽ തിന്നും. ഞങ്ങൾക്ക് തിന്നാൻ ഇറച്ചി ആർ തരും? ഞങ്ങൾക്ക് തിന്ന ഇറച്ചി ആര് തരും? മരുഭൂമിയിൽ വന്നിട്ട് ജനം ചോദിക്കുകയാണ്. അടുത്ത പദം, മിസ്രയീമിൽ ഞങ്ങൾക്ക് നന്നായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു, യഹോവ കേട്ട് കരഞ്ഞുവല്ലോ. ആകയാൽ യഹോവ നിങ്ങൾക്ക് ഇറച്ചി തരികയും നിങ്ങൾ തിന്നുകയും ചെയ്യും. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസവുമല്ല. അല്ല, അടുത്ത ഒരു മാസം മുഴുവനും തന്നെ. ഒരു മാസം മുഴുവനും തന്നെ. അടുത്ത പദം, അത് നിങ്ങളുടെ മൂക്കിൽ കൂടി പുറപ്പെട്ട നിങ്ങൾ വരുവോളം നിങ്ങൾ തിന്നും. ദൈവമേ, നമ്മളൊക്കെ വായക്കൂടെ ആഹാരം കഴിക്കണം. സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഇസ്രായേൽ മക്കൾ തിന്ന് 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 ആ ഇറച്ചി മൂക്കിൽ കൂടെ എന്ന് വെച്ചാൽ മാദ്യ വരാത്ത രീതിയിൽ ദൈവം ആഹാരം കൊടുത്തു. ഇത് തിന്നും കൊണ്ട് ദൈവത്തോട് മറുത്ത് മത്സരിച്ചു. കരപ്പയ്ക്ക് സ്വതന്ത്രം പറഞ്ഞാട്ടെ, അല്ലേ? തിന്നും കൊണ്ടെന്ന് വെച്ചാൽ അവരെ മൂക്കിൽ കൂടെ വരത്തക്ക രീതിയിൽ ഒരു മാസം മുഴുവൻ അവർ ഇറച്ചി ഭക്ഷിച്ചു. ഭക്ഷിക്കുമ്പോൾ നിങ്ങൾ ഈ സങ്കീർത്തനം ഒരു വാക്യം കൊണ്ട് വായിക്കാം. സങ്കീർത്തനം 78-ാം സങ്കീർത്തനം, അതിന്റെ 78-ാം സങ്കീർത്തനം എന്ന് വായിച്ചാട്ടെ. 78-ാം സങ്കീർത്തനം എന്ന് വായിക്കാം. 78-ാം സങ്കീർത്തനം എന്ന് വായിക്കുമ്പോൾ ഇവിടെ ഒരു ഭാഗമുണ്ട്. 78-ാം സങ്കീർത്തനം, അതിന്റെ 78-ാം സങ്കീർത്തനം, അതിന്റെ
30 വാക്യം വായിക്കാം. അതിന് 29 വായിക്കാം. 78 സങ്കീർത്തനം 29 വായിച്ചാട്ടെ. അങ്ങനെ അവർ തിന്ന് തൃപ്തരായി തീർന്നു. അങ്ങനെ അവർ തിന്നെന്തായി തീർന്നു? തൃപ്തരായി തീർന്നു. തൃപ്തരായി തീർന്നു. അടുത്ത പദം, അവർ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു. അവർ എന്ത് ആഗ്രഹിച്ചോ മൂക്കിക്കൂടെ വരത്തക്ക രീതിയിൽ ദൈവം കൊടുത്തു. അടുത്ത പദം, അവരുടെ കൊതിക്ക് മതി വന്നില്ല. ഇത്രയും കഴിച്ചിട്ടും പെന്തിക്കോസ്തർക്ക് എന്ത് വന്നില്ല? മതി വന്നില്ല. ചിലർക്ക് എന്തൊക്കെ കൊടുത്താലും തൃപ്തി വരത്തില്ല. ദൈവം പ്രാർത്ഥിച്ചും ഉപവസിച്ചും ദൈവം ഉപവസിക്കാതെയും പ്രാർത്ഥിക്കാതെയും പള്ളിയിൽ വന്നില്ലെങ്കിൽ പോലെ ദൈവം ഓടിച്ചിട്ട് അനുഗ്രഹിക്കുകയാണ്. എന്നാൽ ചിലർക്ക് എന്ത് ചെയ്യത്തില്ല? തൃപ്തി വരത്തില്ല. അവർക്ക് എന്ത് വന്നില്ല? അവര് പറ്റിച്ചു പാനം ചെയ്തു മൂക്കിക്കൂടെ പോലും വന്ന് അവർക്ക് മതി വന്നില്ല. അടുത്ത പദം, ഭക്ഷണം അവരുടെ വായിലിരിക്കുമ്പോൾ തന്നെ, അപ്പോ ദൈവം കൊടുത്തത് ആ നന്മ കൊടുത്ത് അവരെ വായിലിരിക്കുമ്പോ തന്നെ ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വന്നു. കണ്ടോ? അവർ തിന്നിട്ടും ദൈവത്തോട് മറുത്തു മത്സരിച്ചു. അങ്ങനെയാണ് മരുഭൂമിയിൽ ജനം പട്ടുപോയത്. അവര് ചോദിച്ചതെല്ലാം ദൈവം കൊടുത്തു. ഭക്ഷണം അവരെ വായിരിക്കുമ്പോൾ എന്നുവെച്ചാൽ ദൈവം കൊടുത്ത നന്മ അവര് ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കൊടുത്തവരെതിരായി അവർ പിറുപിറുക്കാൻ തുടങ്ങി. വേദപുസ്തകത്തിനകത്ത് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിനകത്ത് ഏറ്റവും കുറവ് പാപം ചെയ്തത് അവർ ദൈവത്തെ പിറുപിറുത്തു. മക്കളെ, ഞാൻ ഇന്ന് രാത്രി പറയാം, ജീവിതത്തിന് നമ്മളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ആ നമ്മുടെ സമയത്ത് ആ വിഷയത്തിനകത്ത് ഒരു മറുപടി കിട്ടിയില്ലെങ്കിൽ പിറുപിറുക്കരുത്. സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ പദ്ധതി കൊണ്ട് ദൈവം നമുക്കൊരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയം വരെ നമ്മൾ കാത്തിരിക്കണം. അതിനിപ്പുറം വെച്ച് നമ്മൾ പിറുപിറുക്കരുത്. അയ്യോ, ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് ഞങ്ങൾ ദൈവത്തെ സേവിച്ചിട്ടും പല ദൈവസ്ഥമർ കൊണ്ട് പ്രാർത്ഥിച്ചിട്ടും പ്രവാചകന്മാരോട് ഞങ്ങൾ പ്രാർത്ഥന വിഷയം പറഞ്ഞിട്ടും അവര് പ്രാർത്ഥിച്ചിട്ടും ഞങ്ങളുടെ വിഷയത്തിനകത്ത് ഒരു മറുപടി കിട്ടിയില്ലല്ലോ എന്നൊരു ഭാരം ആരും ദൈവസേന പറഞ്ഞ് ജീവിതത്തിനകത്ത് പിറുപിറുപ്പുണ്ടാക്കാൻ പാടില്ല. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമില്ലാത്തത് ഇസ്രായേൽ മക്കൾ പിറുപിറുത്തത് കൊണ്ടാണ് പലരും മരുഭൂമിയിൽ പട്ടുപോയത്. അവസാനം അഗ്നിസർപ്പത്തെ നോക്കിയവർ മാത്രം രക്ഷപ്പെട്ട് പുറത്തു വന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഏത് പ്രതിസന്ധി വന്നാലും, ഏത് പ്രതികൂലങ്ങൾ വന്നാലും, ഏത് അനർത്ഥങ്ങൾ വന്നാലും, ഏത് അപകടങ്ങൾ വന്നാലും, ഏത് രോഗങ്ങൾ വന്നാലും, ഏത് ക്ലേശങ്ങൾ വന്നാലും, മക്കളെ, നമുക്ക് ഈ ദിവസങ്ങൾ പിടിച്ചു നിൽക്കുവാൻ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ കർത്താവ് പകരും. അതിനപ്പുറത്ത് ഒരു ഭയങ്കര വിശാലത ദൈവം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ വാക്കുകൂടെ അവസാനിപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. നമുക്ക് നോക്കാൻ നമ്മുടെ കർത്താവുണ്ട്. അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരെ മുഖം ലക്ഷിച്ചു പോയില്ല. ഈ ദിവസങ്ങൾ ഓൺലൈൻ ദൈവകൃപയിലേക്ക് നമ്മൾ ദൈവശബ്ദം കേൾക്കുവാൻ ഷാജി അവരോടൊപ്പം ചേർന്നൊക്കെ വിവിധ സ്ഥലത്തിരുന്നു കൊണ്ട് ദൈവമക്കൾ ഈ ലൈവിലേക്ക് വരുന്നത് തന്നെ ജീവിതത്തിനകത്ത് ഏറെ ഭാഗ്യകരമാണ്. മക്കളെ, തളർന്നു പോകാതെ തകർത്ത് കളയാതെ നമ്മെ പരിപാലിക്കുന്ന ദൈവം, വിളിച്ചിറക്കിയ ദൈവം, ലക്ഷ്യസ്ഥാനത്ത് ദൈവം നമ്മളെ കൊണ്ടെത്തിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കി സഞ്ചരിപ്പാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ആമേൻ തന്റെ മക്കളുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ കർത്താവിനെ ആരൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ നിശ്ചയമായി അവർ ദൈവം മാനിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ നമുക്ക് നോക്കാൻ നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി ദൈവസേന അടയ്ക്കാം. എല്ലാ കണ്ണുകളും നമുക്ക് ദൈവസേന അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവസേന പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. മോശ മരുഭൂമിയിൽ ഇത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കാൽവറി മരത്തിൽ ആമേൻ തൂങ്ങിക്കിടക്കുന്ന കർത്താവിനെ നമുക്ക് ഇന്ന് രാത്രി ദർശിക്കാമോ? യേശുക്രിസ്തുവിന്റെ കാൽവറി മരണം, ക്രൂശ് മരണം, ആ ചങ്കിൽ കൂടെ ചൊരിഞ്ഞ രക്തം നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ പാപത്തിന് മോചനമുണ്ടായി. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാരൊക്കെ പാടി, ഇറ്റിറ്റു വീഴുന്നു നീണം പാവശാന്തിക്കായി, ഇറ്റിറ്റു വീഴുന്നു നീണം പാവശാന്തിക്കായി, ഊറ്റിയാരേത്തമാ സകലം ഏഴയ്ക്കാട്ടോ, ആൽവാറി മാമല മുകളിൽ കാൺപതയോ, ദേവകുമാരൻ നിന്റെ പേർക്കായി ഇടുന്നയോ, ദേവകുമാരൻ നിന്റെ പേർക്കായി ഇടും അയ്യോ.
മൂന്നാണി മേൽക്കു മേനീതാ അയ്യോ, മണ്ണിലും വിണ്ണിലും മാനവർക്കായി ഇടും അയ്യോ. ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു കാൽവറിയിൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവിനെ ആരൊക്കെ നോക്കിയിട്ടുണ്ട്? മോശ മരുഭൂമിയിൽ ഒരു വൃക്ഷത്തിൽ ഒരു പിത്ത സർപ്പത്തെ ഉണ്ടാക്കി നിർത്തി അതിനെ നോക്കിയവർ രക്ഷപ്പെട്ടെങ്കിൽ, മക്കളെ, നമുക്ക് നോക്കാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. രോഗത്തിലും കഷ്ടതകളിലും വേദനകളിലും ദാരിദ്ര്യത്തിലും നന്മയിലും തിന്മയിലും ദുഃഖങ്ങളിലും രോഗശക്തികളിലും ഏത് പ്രതികൂലങ്ങളിലും അപമാനങ്ങളിലും ഒക്കെ നമുക്ക് നോക്കി നിൽപ്പാൻ, ഒരു വിടുതൽ വായ്പാൻ യേശു മാത്രമേ ഉള്ളൂ. കർത്താവിലേക്ക് നമുക്ക് ഇന്ന് രാത്രി നോക്കാം. ഒരു നിമിഷം ഞാൻ ഇന്ന് രാത്രി ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഇന്ന് രാത്രി ഈ ലൈവിലൂടെ ദൈവശബ്ദം കേട്ട എല്ലാ ദൈവദാസിദാസന്മാര്, എല്ലാ മാതാപിതാക്കന്മാര്, സഹോദരി സഹോദരന്മാരെ എല്ലാവരെയും ഓർത്ത് സ്തോത്രം. പാസ്റ്റർ ഷാജിയെ ഓർത്ത് സ്തോത്രം. യാത്രകളിലായിരിക്കുന്നു. തന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞാടെ പ്രാർത്ഥിച്ച് തന്റെ മക്കളെ ഈ രാത്രി അനുഗ്രഹിക്കുന്നു. സ്വർഗം തന്റെ മക്കൾക്ക് വേണ്ടി അവൻ തുറന്ന് ഇറങ്ങി വരുന്ന ദൈവസ്നേഹത്തെ ഞങ്ങൾ ഓർത്തുകൊണ്ട് ദൈവത്തിന് ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കാൽവറി സ്വർഗം അവിടുന്ന് മാനിക്കണം. ആരും തളർന്നു പോകാതെ 2025 നടന്നതുപോലെയല്ല കാൽവറി. 26 പ്രവേശിച്ചു. ജാനുവരി മാസത്തിന്റെ സമാപന ദിവസങ്ങൾ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തുള്ള മാസങ്ങളിൽ അനുഗ്രഹത്തിന്റെയും ഉറവിടത്തിന്റെ നന്മകൾ കണ്ട് സന്തോഷിപ്പാൻ ഈ മക്കളെ സ്വർഗം സഹായിക്കണം. ആരും തളരരുത്, ആരും നിരാശപ്പെട്ടു പോകല്ല്. ഹല്ലേലൂയ. മോശ സർപ്പത്തെ നോക്കിയതുപോലെ യേശുവിനെ നോക്കുവാൻ കൃപ ചെയ്യണം. ആമേൻ. ഹല്ലേലൂയ. യോഹന്നാന്റെ ജീവിതത്തിനകത്ത് തിളച്ച എണ്ണ, പസ്മോസ് എന്ന ദൈവ് കാരാഗ്രഹങ്ങൾ കടന്നു വന്നിട്ടും തന്റെ എഴുത്ത് തന്നെ കൊണ്ട് ദൈവം ചെയ്ത കാര്യങ്ങൾ അവസാനം വരെ യോഹന്നാനെ കൊണ്ട് ചെയ്യിപ്പിച്ചതുപോലെ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിനകത്ത് അവരോടുകൂടെ ദൈവം ഒരുക്കിയിരിക്കുന്ന ആ മഹത്തായ പദ്ധതി തന്റെ മക്കളുടെ മേൽ സ്വർഗം വെളിപ്പെടുത്തണമേ. കാൽവറി അങ്ങ് മാനിക്കണം. പ്രാർത്ഥിച്ച് ഒരേ മക്കളെ അനുഗ്രഹിക്കുന്നു. വരും ദിവസങ്ങളൊക്കെ ഈ ലൈവ് വഴി കർത്താവിന്റെ ദാസനോടൊപ്പം ചേർന്ന് നിന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കേൾക്കണമേ പിതാവേ. ആമേൻ. നമ്മുടെ കരം ഉയർത്തി കർത്താവിനെ ഒന്നിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയം വേർതിരിച്ച നമ്മുടെ ദാസൻ ബഹുമാനി പാസ്റ്റർ ഷാജി വർക്കൾക്കുള്ള ആമേൻ ഹൃദയംഗമായ സ്നേഹത്തെ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ആശീർവദിക്കട്ടെ. താങ്ക് യു.